എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ രണ്ടാഴ്ച നമ്മൾ കുറച്ച് നല്ല സ്റ്റോക്കുകൾ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എല്ലാ ആഴ്ചയും ഈ സ്റ്റോക്കുകൾ എത്ര പെർസെൻറ്റേജ് മൂവായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇനി നോക്കുന്നില്ല. നമ്മളൊരു ഒരു മാസം കഴിഞ്ഞിട്ട് നോക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം വെറുതെ അതിനു വേണ്ടി നമ്മൾ ടൈം വെറുതെ കളയുന്നത് എനിക്ക് തോന്നുന്നു ശരിയല്ലെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഈ ആഴ്ച അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ആഴ്ചയിൽ നമുക്ക് ബൈ ചെയ്യാൻ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യം വരുന്നത് ഈ സി എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന സ്റ്റോക്ക് തന്നെയാണ്. സ്റ്റിൽ അതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. നമ്മൾ ഇനീഷ്യലി റെക്കമെൻഡ് ചെയ്ത സമയത്ത് മാർക്കറ്റ് ഏകദേശം 140-139 ആ റേഞ്ചിൽ തന്നെയായിരുന്നു. ഒരു 1 വീക്കിൽ തന്നെ ഒരു 10% മുകളിൽ അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. തിരിച്ച് മാർക്കറ്റ് ഡൗൺ എന്ന രീതിയിലേക്ക് മാർക്കറ്റ് ഒരു റീട്രേസ്മെൻറ്റ് എന്ന രീതിയിൽ വരുന്നുണ്ട്. നമുക്ക് ഇപ്പോഴും ബൈയിങ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഓക്കെ, ആ ഒരു 145 അല്ലെങ്കിൽ 138 ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ വന്നാലും നമുക്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. താഴെ വന്നാലും ബൈയിങ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. കാരണം നമ്മൾ പറഞ്ഞ ടാർഗറ്റ് എന്ന രീതിയിൽ നമ്മൾ എത്തിയിട്ടില്ല. ഓക്കെ, സി എൻ്റർടൈൻമെൻറ്റ് ഇപ്പോഴും ബൈയിങ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് ഡെൽറ്റ കോർപ്പറേഷൻ എന്ന് പറയുന്ന NSEയുടെ ഒരു സ്റ്റോക്കാണ്. ഇതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് 124 രൂപ ആ റേഞ്ചിൽ നിൽക്കുകയാണ്. ഇത് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ളൊരു സ്റ്റോക്ക് തന്നെയാണ്. ഇതിൻ്റെ മന്ത്ലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു OBയിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. നോക്കിയാൽ മനസ്സിലാവും. മാർക്കറ്റ് ഇവിടുന്ന് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകി റിവേഴ്സ് വന്ന് ആ OBയിലേക്ക് വന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ മൂവായി തിരിച്ച് മാർക്കറ്റ് താഴേക്ക് വന്ന് വീണ്ടും ആ ഒരു OBയിലേക്ക് മാർക്കറ്റ് തിരിച്ചു വന്ന ശേഷം വീണ്ടും നല്ല രീതിയിൽ തന്നെ ഒരു അപ്പ് ട്രെൻഡ് വന്നു. മാർക്കറ്റ് അതേപോലെ തിരിച്ച് ഡൗൺ വരികയാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഓർഡർ ബ്ലോക്ക് എന്ന രീതിയിൽ ഇത്രയും വലിയൊരു OBയിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. സോ ഒരു 50% ഈ ഒരു OBൻ്റെ ഒരു 50% മാർക്കറ്റ് വരണം. ശരിക്കും പറഞ്ഞാൽ ആ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടില്ല. ഇൻ കേസ് മാർക്കറ്റ് താഴേക്ക് വരികയാണെങ്കിൽ പോലും നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഏകദേശം 124 രൂപ എന്ന് പറയുന്നത് ഒരു 100 രൂപ വന്നാൽ പോലും നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. മാർക്കറ്റ് തിരിച്ച് അത് കയറുക തന്നെ ചെയ്യും. ഓക്കെ, ഇതിപ്പോൾ എത്ര ഡൗൺ വന്നാലും നമുക്ക് കുഴപ്പമില്ല. കാരണം നമ്മൾ മിനിമം ഒരു 1 മന്ത് അല്ലെങ്കിൽ മാക്സിമം 3 മന്ത്സ് എന്ന് പറയുന്നുണ്ട്. സോ ഒരു 2 മാസം ഹോൾഡ് ചെയ്താൽ പോലും നമുക്കൊരു 10% എബോവ് അച്ചീവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഡെൽറ്റ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. മന്ത്ലി ക്യാൻഡിൽ എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ മുകളിലേക്ക് കയറി കഴിഞ്ഞു. സോ ഇൻ കേസ് മാർക്കറ്റ് വീണ്ടും താഴേക്ക് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾ ബൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. ഒരു FEG ഉണ്ട് ഇവിടെ. ഒന്നില്ലെങ്കിൽ FEGയിലേക്ക് മാർക്കറ്റ് വന്നിട്ട് വീണ്ടും കയറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുമല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഡൗൺ ക്യാൻഡലിലേക്ക് മാർക്കറ്റ് വന്നിട്ട് തിരിച്ച് മുകളിലേക്ക് കയറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. സോ ഡെൽറ്റ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ള സ്റ്റോക്കാണ്. മൂന്നാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് 3i ഇൻഫോടെക് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. 3i ഇൻഫോടെക് എന്ന് പറയുന്ന സ്റ്റോക്ക് അതിപ്പോൾ ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് എത്തി നിൽക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ഇവിടുന്ന് ഒരു അപ്പ് ട്രെൻഡിലേക്ക് പോകാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഇൻ കേസ് ഇവിടുത്തെ ഈ ഒരു ലിക്വിഡിറ്റി ടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ ഉള്ള ഒരു FEGയിലേക്ക് മാർക്കറ്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഇവിടുത്തെ ലിക്വിഡിറ്റി എടുത്ത് തിരിച്ച് കയറുകയാണെങ്കിലും നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഓക്കെ, 3i ഇൻഫോടെക് എന്ന് പറയുന്നത് വീക്ക്ലി ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് ഏറ്റവും ഡൗൺ ട്രെൻഡിൽ നിൽക്കുന്ന ഒരു ടൈമാണ്. ഓക്കെ, അവിടെ നിന്ന് മാർക്കറ്റ് ഷിഫ്റ്റ് ചെയ്ത് മുകളിലേക്ക് കയറുന്ന ഒരു ടൈമാണ്. ഇതിൻ്റെ മാക്സിമം ഹൈ എന്ന് പറയുന്നത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഏകദേശം 1600 രൂപയോളം മുകളിലുള്ള ഒരു സ്റ്റോക്കാണ് ഇപ്പോൾ 41 രൂപയിൽ വന്ന് നിൽക്കുന്നത്. സോ 41 രൂപ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾ ഏകദേശം ഒരു 30 രൂപ വന്നാൽ പോലും നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. വീക്ക്ലി ക്യാൻഡിലും OBയിലേക്ക് തന്നെയാണ് വരുന്നത്. അതുപോലെ ഡെയിലി ക്യാൻഡിൽ എന്ന് പറഞ്ഞത് ഓൾറെഡി ഓർഡർ ബ്ലോക്കിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇത് ഹോൾഡ് ചെയ്യാം. ഒരു 2 മന്ത്സ് 3 മന്ത്സ് ഹോൾഡ് ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു റിട്ടേൺ കിട്ടാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. 10% എബോവ് കിട്ടാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, സോ ഈ ഒരു സ്റ്റോക്ക് നോട്ട് ചെയ്ത് വയ്ക്കുക. 3i ഇൻഫോടെക് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്ക്. ഓക്കെ, ഇതും നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു സ്റ്റോക്കാണ്. അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് നസാറ ടെക്നോളജീസ് ലിമിറ്റഡ് എന്ന് പറയുന്നൊരു സ്റ്റോക്കാണ്.
ഓക്കെ, ഇതും ഡെയിലി ക്യാൻഡിൽ നോക്കുന്ന സമയത്ത് ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് എത്തിയിട്ടുണ്ട്. മാർക്കറ്റ് ഒരു നല്ലൊരു ഡൗൺ ട്രെൻഡ് കഴിഞ്ഞ് മാർക്കറ്റ് ആ ഒരു അപ്പ് ട്രെൻഡിലേക്കൊരു ഷിഫ്റ്റ് ചെയ്ത് ഒരു റീട്രേസ്മെൻറ്റ് എന്ന രീതിയിലേക്ക് മാർക്കറ്റ് വന്ന് തിരിച്ച് താഴേക്ക് ഇറങ്ങി വീണ്ടും മുകളിലേക്ക് പോയിട്ട് ആ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകിയിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് തിരിച്ച് താഴേക്ക് ഇറങ്ങി ഇവിടെ ഉണ്ടായിരുന്ന ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. സോ തിരിച്ച് മാർക്കറ്റ് ഈ ഒരു മാസം മേ ബി മേലേക്ക് കയറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതല്ലെങ്കിൽ അടുത്ത മാസം നല്ലൊരു ട്രെൻഡിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇതിൻ്റെ വീക്ക്ലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് എന്താ പറയുക, ഒരു ഡൗൺ ട്രെൻഡ് വന്ന ശേഷം ഈ ഒരു പ്രീമിയം ഡിസ്കൗണ്ട് എന്ന രീതിയിൽ നോക്കുന്ന സമയത്ത് 50% താഴെയാണ് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ നസാറ ടെക്നോളജീസിൻ്റെ ഇപ്പോൾ ബൈയിങ് റേറ്റ് എന്ന് പറയുന്നത് ഒരു 650 രൂപ ആ റേഞ്ചിൽ നിൽക്കുന്നുണ്ട്. നമുക്കിപ്പോൾ 600 വന്നാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ 542 രൂപയിൽ തിരിച്ചിറങ്ങിയാൽ പോലും നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അപ്പോൾ നമുക്ക് ലോസ് എന്ന് പറയാനായിട്ടുള്ള ഒരു പ്രശ്നമില്ല. കാരണം മാർക്കറ്റ് ഓൾ ടൈം ഹൈ 1600 ആ ഒരു റേഞ്ചിൽ നിന്നിട്ടാണ് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഓക്കെ, താഴെ ഇറങ്ങിയ ശേഷം മാർക്കറ്റ് ഒരു 498 500 ആ റേഞ്ച് വരെ പോയ ശേഷമാണ് മാർക്കറ്റ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ തിരിച്ച് മാർക്കറ്റ് ഇനിയിപ്പോൾ ഈ ഒരു 500 എന്ന് പറയുന്ന ആ റേഞ്ചിലേക്ക് താഴേക്ക് ഇറങ്ങി പോകാനുള്ള പോസിബിലിറ്റി വളരെ എന്താ പറയുക കുറവാണ്. എനിക്ക് തോന്നുന്നു ഒരു 50% താഴേക്ക് വന്ന് ഇവിടെ നിന്നൊരു റീട്രേസ്മെൻറ്റ് എന്ന രീതിയിലേക്ക് മാർക്കറ്റ് തിരിച്ച് അപ്പ് ട്രെൻഡിലേക്ക് തന്നെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നസാറ ടെക്നോളജീസ് എന്ന് പറയുന്ന സ്റ്റോക്ക് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉള്ള സ്റ്റോക്കാണ്. അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് സുബെറ്റ്സ് എന്ന് പറയുന്ന ഒരു NSEയുടെ സ്റ്റോക്കാണ്. അതും ഈ പറയുന്ന പോലെ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. മാർക്കറ്റ് ഏകദേശം 30 രൂപ റേഞ്ചിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഒരു 700 റുപ്പീസിൽ വരെ എത്തി നിന്ന ഒരു സ്റ്റോക്കാണ് ഇപ്പോൾ 30 രൂപ റേഞ്ചിൽ നിൽക്കുന്നത്. ഓക്കെ, ഒരു ഏറ്റവും നല്ലൊരു ഡൗൺ ട്രെൻഡ് ഏകദേശം 6 രൂപ 7 രൂപ അല്ലെങ്കിൽ 10 രൂപയിൽ താഴേക്ക് 4 രൂപ 3 രൂപ വരെ പോയ ഒരു സ്റ്റോക്കാണ്. തിരിച്ച് ആ ഒരു 72 രൂപ വരെ വന്ന് മാർക്കറ്റ് തിരിച്ച് ഡൗണിലേക്ക് കയറി വീണ്ടും ആ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാർക്കറ്റ് വന്നിരിക്കുകയാണ്. 30 രൂപ എന്ന് പറയുന്ന ആ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിലേക്ക്. ഇത് നല്ലൊരു സ്റ്റോക്കാണ്. ലോങ് ടേം ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഹോൾഡ് ചെയ്യാം. കാരണം ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് 700 രൂപയാണ്. ഓക്കെ, സോ നിങ്ങൾക്കൊരു 1 കൊല്ലം 2 കൊല്ലം വെയിറ്റ് ചെയ്താൽ പോലും നല്ലൊരു റിട്ടേൺ 10x റിട്ടേൺ വരെ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 100% അല്ല, അതിലും കൂടുതൽ. ഓക്കെ, അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് അദാനി വിൽമാർ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഇതും സെയിം അതേപോലെ ഒരു പ്രൈസ് റേഞ്ച് 345 രൂപ എന്ന റേഞ്ച് നിൽക്കുന്നുണ്ട്. മേ ബി OBയിലേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 327 320 ആ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് വരും. തിരിച്ച് മാർക്കറ്റ് അതിനുശേഷം കയറാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, കാരണം മാർക്കറ്റ് ഒരു ഓൾ ടൈം ഹൈ എന്ന് പറഞ്ഞത് ഒരു 850 860 ആ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്ത ശേഷം മാർക്കറ്റ് തിരിച്ച് ആ ഒരു ഡിസ്കൗണ്ട് റേഞ്ചിലേക്ക് മാർക്കറ്റ് എത്തി നിൽക്കുന്ന സമയമാണ്. ഓക്കെ, ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 78.6 എന്ന് പറയുന്ന ആ സ്വീറ്റ് സ്പോട്ടിലും താഴേക്കാണ് മാർക്കറ്റ് എത്തി. അവിടെ നിന്നാണ് മാർക്കറ്റ് ഇപ്പോൾ പതിയെ മുകളിലേക്ക് കയറുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ് അദാനി വിൽമാർ എന്ന് പറയുന്ന ആ ഒരു സ്റ്റോക്ക്. ഓക്കെ, അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് MEP ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നൊരു സ്റ്റോക്കാണ്. ഓക്കെ, ഇത് വന്നിട്ട് ഏകദേശം 9 രൂപ ആ ഒരു റേഞ്ചിൽ നിൽക്കുന്നുണ്ട്. 9 രൂപ 90 പൈസ എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിൽ നിൽക്കുന്നുണ്ട്. ഇതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സ്റ്റോക്കാണ്. ഇതിൻ്റെ മന്ത്ലി ക്യാൻഡിൽ നോക്കുന്ന സമയത്ത് ഒരു ഓർഡർ ബ്ലോക്കിലേക്കാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. തിരിച്ച് ഇനിയുള്ള ആ ഒരു 15 ഡേയ്സിനുള്ളിൽ ഒരു നല്ലൊരു പുൾ ബാക്ക് തരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ അടുത്ത മാസം അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ നല്ല രീതിയിൽ തന്നെ മുന്നേറാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇതിൻ്റെയും ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് അറൗണ്ട് 140 രൂപയാണ് ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക്. MEP ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന സ്റ്റോക്ക് നല്ല വോള്യൂമുള്ള സ്റ്റോക്കാണ്. അതുപോലെ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് ഒരു 1200 കോടി രൂപയാണ് ഇതിൻ്റെ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നു 10%-നേക്കാളും കൂടുതൽ കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് ഈ ഒരു MEP ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക്. സോ മാക്സിമം ഒരു 2 മന്ത്സ് അല്ലെങ്കിൽ 3 മന്ത്സ് വരെ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഹോൾഡ് ചെയ്താലും ഗുഡ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് റിലയൻസ് ഹോം ഫിൻ എന്ന് പറയുന്നൊരു സ്റ്റോക്കാണ്.
ഓക്കെ, ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഇതൊരു പെന്നി സ്റ്റോക്കാണ്, 10 രൂപയിൽ താഴെയുള്ളൊരു സ്റ്റോക്കാണ്. 3 രൂപ 25 പൈസ എന്ന് പറയുന്ന ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. മാർക്കറ്റ് മേ ബി ഇനിയും താഴേക്ക് വന്നേക്കാം, ബട്ട് അതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണ്. കാരണം ഇനി മാർക്കറ്റ് താഴേക്ക് വരികയാണെങ്കിൽ ഈ ഒരു OB 2 രൂപ എന്ന് പറയുന്ന ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് മേ ബി വന്നേക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് ഇനി കയറിയേക്കാം. ഓക്കെ, ഇതിൻ്റെയും ഒരു ഹയസ്റ്റ് അല്ലെങ്കിൽ ഒരു ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് നല്ല ഒരു അറൗണ്ട് 113 രൂപ എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിൽ നിന്നിട്ടാണ് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങിയിരിക്കുന്നത്. സോ അവിടെ നിന്ന് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകിയ ശേഷം ഒരു റീട്രേസ്മെൻറ്റ് എന്ന രീതിയിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ട്. സോ വന്ന് തിരിച്ച് ആ ഒരു പ്രീമിയം ഡിസ്കൗണ്ട് അല്ലെങ്കിൽ OT ലെവലിൽ താഴെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ, ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 10% അച്ചീവബിൾ ആണ് 1 മന്ത് അല്ലെങ്കിൽ മാക്സിമം 3 മന്ത്സിനുള്ളിൽ. ഇതിൻ്റെ ക്യാഷ് ഫ്ലോ, ഈ ഒരു കമ്പനിയുടെ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് അറൗണ്ട് 6600 കോടി രൂപയാണ് ഇതിൻ്റെ ഈ ഒരു കമ്പനിയുടെ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി അതുപോലെ സെയിൽസ് ഗ്രോത്ത് ആണെങ്കിലും സെയിൽസ് പെർസെൻറ്റേജിലാണെങ്കിലും എല്ലാം പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഓക്കെ, സോ ഈ ആഴ്ച നമുക്ക് ഏകദേശം ഒരു 8 സ്റ്റോക്കുകൾ ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും സ്മോളസ്റ്റ് പ്രൈസ് വാല്യൂ ഉള്ളതും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഹൈ പ്രൈസ് ഉള്ളതും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പക്ഷേ പെട്ടെന്ന് 4 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് അച്ചീവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നിങ്ങൾ വാങ്ങാതിരിക്കുക. മിനിമം 1 മന്ത് അല്ലെങ്കിൽ മാക്സിമം 3 മന്ത്സ് എടുക്കും നമ്മൾ പറയുന്ന സ്റ്റോക്കുകൾ ഈ ഒരു ടാർഗറ്റിലേക്ക് എത്താൻ. അത് 10% ആവാം, മേ ബി 10%-നേക്കാളും കൂടുതലാവാം. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ഞാൻ ആദ്യത്തെ വീക്കിൽ പറഞ്ഞതിൽ ഒരു സ്റ്റോക്ക് ഇപ്പോൾ ഏകദേശം 33% റിട്ടേൺ നൽകിയിട്ടുണ്ട്. ചില സ്റ്റോക്കുകൾ 11%, ചിലത് 10% പോയിട്ട് താഴെ ഇറങ്ങിയ സ്റ്റോക്കുകളുണ്ട്. ഓക്കെ, നമുക്ക് 1 മന്ത് പോലും കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ ഇടയിലാണ് ചില സ്റ്റോക്കുകൾ ഇങ്ങനെ 25% എബവ് വരുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു 15% അല്ലെങ്കിൽ ഒരു 17% മുകളിൽ അച്ചീവ് ചെയ്ത സ്റ്റോക്കുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സെല് ചെയ്യാം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ടാർഗറ്റ് എത്തുന്ന വരെ ഒരു 25% എത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്ക് നിങ്ങൾക്ക് സെല് ചെയ്യാം. ഓക്കെ, അതാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം ബാക്കിയുള്ള സ്റ്റോക്കുകൾ ഈ പറയുന്ന പോലെ 10% അച്ചീവ് ചെയ്യുന്ന ആ ഒരു സമയം എത്തുമ്പോഴേക്കും ഈ ഒരു എന്താ പറയുക ഒരു 30% അല്ലെങ്കിൽ 50% ഒക്കെ റിട്ടേൺ തന്ന സ്റ്റോക്കുകൾ തിരിച്ച് മാർക്കറ്റ് ആ ഒരു 10% 15% എന്ന രീതിയിലേക്ക് മാർക്കറ്റ് ചിലപ്പോൾ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു 15% അല്ലെങ്കിൽ ഒരു 20% അടുത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് സെല്ല് ചെയ്യാം. ഓക്കെ, അതെനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നല്ലത് തന്നെയാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഇനീഷ്യലി പറഞ്ഞത് ടോട്ടൽ ക്യാപിറ്റൽ 10% വരെ വെയിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ നൽകുന്ന സ്റ്റോക്കുകൾ ചില സ്റ്റോക്കുകൾ 10%-നേക്കാളും കൂടുതൽ അല്ലെങ്കിൽ 25%-നേക്കാളും കൂടുതൽ റിട്ടേൺ നൽകുന്നുണ്ട് ചില സ്റ്റോക്കുകൾ. അങ്ങനത്തെ സ്റ്റോക്കുകൾ നിങ്ങൾ എന്താ പറയുക അത്രയും ഒരു റിട്ടേൺ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു കിട്ടുന്ന റിട്ടേൺ നിങ്ങൾ സെല്ല് ചെയ്യും. ഇപ്പോൾ ഇതിൽ 33% വരെ പോയിട്ടുണ്ട്. ഏകദേശം 70 രൂപ വരെ പോയതാണ്, 35%-ഓളം പോയി. നിങ്ങൾക്കൊരു 25% കിട്ടിയെന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് സെല്ല് ചെയ്യാം. ബാക്കിയുള്ള സ്റ്റോക്കുകൾ ആ ഒരു പെർസെൻറ്റേജ് അച്ചീവ് ചെയ്യണ വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, കുറച്ചധികം സ്റ്റോക്ക് ഉള്ളതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സ്പീഡപ്പായിട്ട് പറഞ്ഞത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവാത്തവരെന്നുണ്ടെങ്കിൽ ICTയുടെ കോൺസെപ്റ്റ് പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക, പഠിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് എത്താം. താങ്ക് യു.